അപ്പൊ അജീഷ് ഇങ്ങനെ കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ എനിക്കിങ്ങനെ ഒരു കോള് വന്നിരുന്നു, നിങ്ങൾ ഒരു സൂട്ടും കോട്ടും ഇട്ട് തരാവോ എന്ന്. അപ്പൊ ഞാൻ അവരോട് നിർബന്ധം വിളിച്ച് പറഞ്ഞു തരാൻ പറ്റില്ല, ഈ കാഷ്വലായിട്ട് തന്നെ അവിടെ പ്രസന്റ് ചെയ്യണം. അങ്ങനെയാണ് എന്റെ ഫോട്ടോ അങ്ങനെ തന്നെ വന്നത്. പ്രോഗ്രാമിൽ അങ്ങനെ തന്നെ വരണം തീരുമാനിച്ചുകൊണ്ട് ഞാൻ ടീഷർട്ടിന് ഇട്ട് വന്നത്. വേറൊന്നുകൊണ്ടല്ല, ഇതിന് രണ്ടിനും പ്രാധാന്യമുള്ള കാലത്ത് നമ്മൾ നിൽക്കുന്നത്. വളരെ ബ്ലെൻഡഡ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അവിടെ കാഷ്വൽ ഒരു അപ്പിയറൻസിനും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അപ്പിയറൻസിനും രണ്ടിനും സാധ്യതയുള്ള സ്ഥലമാണ്. അത് ഏത് വേണമെന്ന് നമ്മളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ആ ലെവലിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോക്ക് വേണ്ടത്. രണ്ടാമത്തത്, ഞാൻ CET-യിൽ ഫസ്റ്റ് വന്ന് എൻ്റെ ക്ലാസ് കയറിയപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു ആന്ധ്രാപ്രദേശിൽ നിന്ന് പുനീത് ഉണ്ട്. ഞാൻ പുനീത്തിനെ മറക്കില്ല ഒരു കാലത്ത്. കയറി ചെന്നപ്പോൾ പുനീത്തിനോട് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? ഞാനിങ്ങനെ സ്റ്റക്കായി ഐസായി അങ്ങോട്ട് ഇരുന്നു. നമ്മളെല്ലാ സ്കൂളിൽ പഠിച്ചതായിരുന്നു വാട്ട്സ് യുവർ നെയിം ചോദിച്ചാൽ മൈ നെയിം ഈസ് ഫറിയ. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയില്ല. അപ്പോഴാണ് മനസ്സിലായത് ഞാനൊരു CET-യിൽ വന്നിട്ട് അവിടുത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ലോഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത്. ആ ഒരു വിഷമത്തിലാണ് ഞാൻ ശരിക്കും സ്ക്വിഫിന്റെ കോർഡിനേറ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നത്. എൻ്റെ അനുഭവം പറഞ്ഞോളൂ, എനിക്കൊന്ന് സമതന്നെയാണ് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തത്. എന്തായാലും സ്ക്വിഫിന് വരണം, നമ്മളുടെ കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ സ്ക്വിഫാണ് എൻ്റെ ഈ ഗ്രോത്തിൽ, കമ്മ്യൂണിക്കേഷൻ എസ്പെഷ്യലി എന്നെ വളർത്തിയൊരു സംഗതി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഫസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ സ്ക്വിഫായിട്ടുള്ള കണക്ഷൻ ഒരു രീതിയിലും വിടരുത്. അത് നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. രണ്ടാമത്തത്, അജീഷും ഞാനും, എനിക്ക് തോന്നുന്നു ഇതൊരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് അല്ല. കാരണം അജീഷും ഞാനും എടുത്താല് ഞങ്ങളുടെ CET ലൈഫ് ആലോചിച്ചാല്, ഇപ്പൊ എഡ്യൂക്കേഷനും ഒരു കരിയറും എടുത്താല് ഒരുപക്ഷെ എഡ്യൂക്കേഷൻ മാർക്ക് വൈസിലൊക്കെ ഞാൻ കുറച്ച് മുന്നേക്കുണ്ട്. പക്ഷെ സ്കിൽ എടുത്താൽ അജീഷ് ഏറ്റവും ടോപ്പിലായിരുന്നു. അന്ന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്, സ്കില്ലപ്പിന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളും കൂടി അജീഷ്. എസ്പെഷ്യലി സ്പോക്കൺ ഇംഗ്ലീഷ് ഏരിയയിലൊക്കെ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് ഇന്നു മുതൽ നമ്മൾ ഇംഗ്ലീഷേ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. അപ്പോ ഇത് രണ്ട് എക്സ്ട്രീമില്, രണ്ട് പ്ലാറ്റ്ഫോമിലുള്ള രണ്ടു പേരുടെ ഒരു മീറ്റിങ്ങും കൂടിയാണ് സത്യത്തിൽ. ആ രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ പറ്റി അനുഭവം പങ്കുവെക്കാനുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്, സ്മാർട്ട് വേൾഡ്, സ്മാർട്ടസ്റ്റ് കരിയർ എന്ന് പറയുമ്പോൾ അതിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സ്കിഫിന്റെ കൂടെ ഉണ്ടാവണം, മെന്ററിംഗ് ടീമിന്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയാനുള്ള ഒരു കാരണം, അലോൺ വി ഡൈവേർട്ട്, ടുഗെദർ വി ഫോക്കസ് എന്നുള്ളൊരു ഒരു ഫോർമുല ഉണ്ട്. അത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ എൻ്റെ സെഷനിലേക്ക് വരാം. ഒന്നാമത്തെ, ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു പോൾ അയച്ചിരുന്നു. അത് 15 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അവരുടെ ഒരു പോളിന്റെ റിസൾട്ട് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തത്, നിങ്ങൾ കോൺസെപ്റ്റുവൽ ലേണിംഗ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ്. 40%, 40% യെസ് പറഞ്ഞത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ 40 കഴിഞ്ഞാൽ 60 അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കോൺസെപ്റ്റുവൽ ലേണിംഗ് എന്നുള്ളത് നമ്മൾ ഇപ്പൊ 5th 6th സെമസ്റ്റർ ആയിട്ടുണ്ടാവുള്ളൂ. ഇവിടെ തന്നെ തുടങ്ങണം. കാരണം മുന്നോട്ടുള്ള പോക്ക് മാർക്ക് കൊണ്ടോ കാണാപ്പാടം പഠിച്ച കാര്യങ്ങൾ കൊണ്ടോ കഴിയില്ല. നമ്മളെ കയ്യിൽ കോൺസെപ്റ്റ് ഉണ്ടാവണം. ഇന്റർവ്യൂവിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ സെന്റൻസ് അല്ല പറയേണ്ടത്, ആ കോൺസെപ്റ്റ് ആണ് അവർക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ആ രീതിയിൽ നമ്മളുടെ ലേണിങ്സിന് നമ്മൾ ഡൈവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ 1-2 എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ഇൻസ്ട്രുമെന്റേഷൻ ടീമൊക്കെയാണ്, അവർക്ക് യൂട്യൂബ് റിയൽ പാസ് എന്നൊരു ചാനലുണ്ട്. അവിടെ അവർ ഏകദേശം A to Z ഇൻസ്ട്രുമെന്റേഷന്റെ കോൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഐഡിയ കിട്ടും എല്ലാത്തിൻ്റെയും. ഇതിങ്ങനെ പോകുമ്പോൾ എൻ്റെ ടോപ്പിക്കിൽ വരുന്ന ടൈറ്റിൽസിനെ ഞാൻ ഇങ്ങനെ ഒരു കവർ വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ആ സ്ട്രക്ചർ ഇങ്ങനെ അങ്ങ് തരും, പക്ഷെ വർക്കൗട്ട് ചെയ്യണം. മുന്നോട്ട് പോകാനുള്ള ആക്ഷൻ പ്ലാനിൽ അവസാനിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒന്നാമത്തെ പോയിന്റാണ്, നമ്മൾ കോൺസെപ്റ്റിലേക്ക് മാറണം. ഇതില് നമുക്കറിയുന്ന 40% യെസ് പറഞ്ഞപ്പോൾ 60% അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൊളാബറേഷൻ മസ്റ്റ് ആണ്. അപ്പൊ ഈ 40% എന്ത് ചെയ്യണം, മറ്റേ 60%-നെ മീറ്റ് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം, നിങ്ങൾ ഐഡിയ ഷെയർ ചെയ്യണം. എന്നിട്ടൊരു ഒരു ലേണിംഗ് ടുഗദർ എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ വരണം. ഇതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ, സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചത്, ക്രിയേറ്റീവ് സോഷ്യൽ മീഡിയ യൂട്ടിലൈസേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ തന്നെ ഡെസ്പാക്കി കളഞ്ഞത്. കാരണം നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്, നമ്മളാണ് ഏറ്റവും ക്രിയേറ്റീവ് ടീം എന്നാണ് ഞാൻ മനസ്സിലാക്കിയതും അനുഭവിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആവേണ്ടത്. 35 ഇല്ല എന്നും 60 ഉണ്ട് എന്നാണ്, അല്ല 65 ഉണ്ട് എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ എല്ലാവരും കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം.
ഈ പേഴ്സണൽ ബ്രാൻഡിങ് അടക്കമുള്ള ലിങ്ക്ഡ് അടക്കമുള്ള സംഗതികളിലേക്ക് അത് അജീഷ് കുറച്ചും കൂടെ ടച്ച് എന്ന് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വരും കാലങ്ങളിൽ ഇതിന്റെ കുറെ പ്രോഗ്രാമുകൾ നടത്തുകയും നമ്മൾ ഒന്നിച്ചിരിക്കുകയും വേണം. നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഐഡിയാസ് ഷെയറിങ്ങും ഇൻസ്റ്റയിൽ നടക്കണം. വെറുതെ കണ്ടവന്റെ വീഡിയോ കണ്ട് സമയം കളയുന്ന അവസ്ഥയിൽ നമ്മൾ മാറണം. എല്ലാ അർത്ഥത്തിലും ഓൺലൈൻ കോഴ്സ് വെച്ച് നമ്മൾ അപ്സ്കില്ലിംഗ് നടത്തണം, നെറ്റ്വർക്കിംഗ് നടത്തണം. കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് നമുക്ക് 3 നെറ്റ്വർക്ക് വെച്ചിട്ട് നമ്മളുടെ ഫീൽഡിലെ ഏറ്റവും ടോപ്പ് ഗ്ലോബൽ ലീഡർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എഞ്ചിനീയേഴ്സ് എന്നുള്ള നിലക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാം, നമുക്ക് ടെസ്റ്റിലായിട്ട് ഒരു കണക്ഷൻ വേണം, പിന്നെ ലോൺ ആയിട്ട് ഒരു കണക്ഷൻ വേണം. ഈ തരത്തിലുള്ള കണക്ഷൻസ് നമുക്ക് വന്നോ ഇല്ലയോ എന്ന് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ നടത്തണം. അപ്പൊ ഇവിടെയാണ് എന്നെ ഡെസ്പാക്കിയത്. ഇന്നു മുതൽ നിങ്ങൾ എല്ലാവരും ഒരു ക്രിയേറ്റീവ് സോഷ്യൽ മീഡിയ യൂട്ടിലൈസേഷനിലേക്ക് പോകണം. മൂന്നാമത്തത് ഞാൻ ചോദിച്ചത് ആർ യു അവെയർ ഓഫ് ടെക് ഇമ്പാക്ട് ഓൺ എഡ്യു ആൻഡ് കരിയർ എന്നുള്ളതാണ്. അത് സന്തോഷമുണ്ട്, 80% യെസ് ആണ് പറഞ്ഞത്. പക്ഷെ ഇവിടെയും ഒന്നും കൂടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടതുണ്ട്. ഏത് ലെവലിലാണ് നിങ്ങളുടെ അവയർനെസ് ഉള്ളത് എന്നുള്ളത് അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. അല്ലാത്തത് നമ്മൾ വരും മീറ്റിങ്ങുകൾ നമ്മൾ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മളുടെ അപ്ഡേറ്റ് ആണ് സത്യം നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ആൻഡ് അഡ്വാൻസ് എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. നമ്മുടെ സ്ലോഗൺ അതായിട്ട് മാറണം. അതിനൊരു ഡെയിലി പ്ലാൻ ഉണ്ടാവണം. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ അലൈൻ ചെയ്ത് പോവാണ്. കരിയർ എന്നുള്ളത് ഗിഗ് കരിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഒരു കരിയർ അല്ല, ഒരുപാട് കരിയർ പാരലൈസ് ചെയ്യാൻ പറ്റുന്ന അതിമനോഹരമായ അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഒന്നും നമ്മൾക്ക് ത്രെട്ട് അല്ല, എല്ലാം തരുന്നത് ഓപ്പണിങ്സ് ആണ്. ഇത് പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ടെക്നോളജി ആണെങ്കിൽ ഇപ്പൊ AI ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ വെറുതെ പേടിപ്പിക്കുകയാണ്. ആ പേടിയിലല്ല നമ്മൾ പോകേണ്ടത്. ഇതിന്റെ പ്ലസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും ഫിസിക്കൽ AI, അജന്റിക് AI എന്നുള്ളതിലേക്ക് നമ്മളെ തോട്ട്സിനെയും നമ്മളെ പ്ലാനിനെയും നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ റൊട്ടീൻസ് മാറണം, ലേണിംഗ് സ്റ്റൈൽ മാറണം, ജോബ് ഹണ്ടിങ് സ്റ്റൈൽ മാറണം. ഇതിലാണ് മെന്ററിങ് ടീമിനെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കേണ്ടത്. കാരണം ഇപ്പൊ കറന്റ് ഫീൽഡിലുള്ള ആൾക്കാരാണ് നിങ്ങളൊരു ഇന്ററാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹോട്ടായിട്ട് നിങ്ങളെ കയ്യിലങ്ങ് തരും. നിങ്ങൾക്കിങ്ങനെ ആസ്വദിച്ചങ്ങ് കഴിച്ചാൽ മതി ആ സംഗതി. അതുകൊണ്ട് സ്കിഫിനെ വിടരുത്, മെന്ററിങ് ടീമിനെ വിടരുത്. ഞാൻ പിന്നെയും പറയാണ്. കാരണം അത് വലിയൊരു നഷ്ടമായിപ്പോ നമ്മളുടെ ഈ കാലത്ത്. നാലാമത്തതിലേക്ക് വരുമ്പോൾ ആർ യു ഫ്ലെക്സിബിൾ വിത്ത് ചേഞ്ചസ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ യെസ് ആണ് പറഞ്ഞത്. ഈ ഫ്ലെക്സിബിൾ വിത്ത് ചേഞ്ചസ് യെസ് പറയുമ്പോൾ നമ്മൾ എന്താണ് പ്രാക്ടിക്കലി അതിൽ പ്ലാൻ ചെയ്തത്, എന്താണ് റൊട്ടീൻസിൽ നമ്മൾ ചേഞ്ച് വരുത്തി എന്നും കൂടെ ഷെയർ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഡയറിയിൽ എഴുതി വെക്കാൻ തുടങ്ങണം. ഞാൻ ഫ്ലെക്സിബിൾ ആണോ, എൻ്റെ പ്ലാനുകൾ മാറുന്നുണ്ടോ, അതോ ഒരു ട്രഡീഷണൽ മൈൻഡ് സെറ്റിലാണോ ഇപ്പോൾ ഞാൻ പോകുന്നത് എന്നുള്ളത്. ട്രഡീഷണൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ CET-യിൽ എനിക്കറിയാം, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഫൈനൽ എക്സാം ഒക്കെ കഴിയട്ടെ, എന്നിട്ട് സമയം കിട്ടുമല്ലോ, എന്നിട്ട് നമ്മളിങ്ങനെ CV-യും ഇന്റർവ്യൂ ഒക്കെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് മാർക്ക് ഉണ്ടെങ്കിൽ രക്ഷപ്പെടായിരുന്നു, കയ്യിലൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ രക്ഷപ്പെടായിരുന്നു. പക്ഷെ ഇന്ന് സ്കില്ലാണ് നമ്മളുടെ എമനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ തന്നെ തുടങ്ങണം. ഇതുവരെ തുടങ്ങേണ്ടതായിരുന്നു, ഇപ്പൊ തുടങ്ങിയെങ്കിലും വേണം എന്നുള്ളതാണ് 5th-ലും 6th-ലും ഉള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നോർമലി നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രീൻ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ലേസിനെസ് എന്നുള്ള ഒരു ഡേഞ്ചറസ് പൊസിഷനിൽ നമ്മൾ എല്ലാവരും വന്ന് പെടാറുണ്ട്. അത് ഗ്രാജുവലി നമ്മളെ ഡിപ്രഷനിലേക്കും എല്ലാത്തിനും ഒഴിവായി നിൽക്കുന്നതിലേക്കും പ്രോഗ്രാം ഒന്നും പങ്കെടുക്കാതെ ആക്റ്റീവ് ആവാതെ നിൽക്കാറുണ്ട്. നമുക്കൊരു ബിസി ലൈഫാണ് പ്ലാൻ ചെയ്യേണ്ടത്. അത് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആവും. അതുകൊണ്ട് സ്കെഡ്യൂൾഡ് ആയിരിക്കണം. രാത്രി കിടക്കുമ്പോൾ നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം, ടൈം ബേസ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്ത് കിടക്കുകയും മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ എയിം. അഞ്ചാമത്തത് പാഷനാണ് നമ്മളെ കാറ്റലിസ്റ്റ് ആവേണ്ടത്. അതിൽ പാഷൻ കണ്ടെത്തിയത് 60% ആളുകളെ വന്നിട്ടുള്ളൂ. ബാക്കി 40 അവിടെ കിടക്കുന്നുണ്ട്. വരാൻ പോകുന്ന മെന്ററിങ് പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ട് പാഷനെ ഫൈൻ ട്യൂൺ ചെയ്യണം. അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ഈ ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റ് ഒക്കെ നടത്താനുള്ളതും ആ ടെസ്റ്റിന്റെ റിസൾട്ട് കാണാനുള്ളതും ഒക്കെ. ഇത് രണ്ടും ഉപയോഗിച്ചാൽ നമ്മളെ പാഷനെ പറ്റി ചെറുതായിട്ടൊക്കെ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മളെ പാഷനെ ഒന്നും കൂടെ ലിസ്റ്റ് ചെയ്യുകയും അതിനെ സ്കില്ലിലേക്ക് എത്തിക്കാനുള്ള വകുപ്പുകൾ ആലോചിക്കുകയും വേണം. ആറാമത്തത് ഞാൻ ചോദിച്ചത് AI ടൂൾസിന് സ്കില്ലപ്പിന് ഉപയോഗിക്കുന്നുണ്ടെന്നായിരുന്നു. ഇതും പോരാ. എസ് പറഞ്ഞത് 57 ആണ്, 60 പോലും എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെയും കൊളാബറേഷൻ ആവശ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ ഡെയിലി ബേസിസ് ജനറേറ്റീവ് AI ഒക്കെ ഉപയോഗിച്ചിട്ട് സ്കില്ലപ്പ് ചെയ്യുന്നത്. ഇപ്പൊ സത്യത്തിൽ നമ്മളുടെ മൊബൈലും കുറച്ച് AI ടൂൾസും ഉണ്ടെങ്കിൽ നമ്മുടെ CV,
ഇന്റർവ്യൂ ടെക്നിക്സ്, പിന്നെ ടിപ്സ്, പിന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻസ് അടക്കമുള്ള സകലമാന സാധനങ്ങളും നമ്മൾ റൂമിൽ ഇരുന്നിട്ട് ഒറ്റക്കും ചെയ്യാൻ പറ്റും, നല്ലൊരു ടീമിന്റെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. അതിൽ മിനിമം ഡെയിലി ബേസിസിൽ നിങ്ങൾ ജെമിനി ലൈവ് ഉപയോഗിക്കണം. ജെമിനി ലൈവിൽ നമുക്കറിയാം സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ അടിപൊളി ആക്സെന്റിൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിയറിംഗ് ആൻഡ് സ്പീക്കിംഗ് എന്നുള്ളതിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ നമ്മൾ കോൺഫിഡൻസ് മാറും. അപ്പൊ ആ രീതിയിൽ അറ്റ്ലീസ്റ്റ് ജെമിനിയെയും ഗ്രോക്കിനെയും ചാറ്റ് ജി പി ടിയെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഏഴാമത്തത് ഞാൻ ചോദിച്ചത് പിന്നെ കോൺഫിഡൻസ് ടു ഡു റിയൽ ടൈം പ്രോജക്ട്സ് എന്നുള്ളതായിരുന്നു. ഇതിൽ 85% ആളുകൾ കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കണമായിരുന്നു, ടൈമില്ലാത്തതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചു വിടാം. പക്ഷെ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ റിയൽ ടൈം ചെയ്ത പ്രൊജക്റ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് മെന്ററിംഗ് ടീമിന് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഏത് ലെവലിൽ എത്രത്തോളം റിയൽ ടൈം പ്രൊജക്റ്റുകളിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു പ്രോസസ്സ് അവിടെ നിങ്ങൾ നടത്തേണ്ടത്. ഇത് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയല്ല, നമ്മളുടെ ഒന്നിച്ചുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്തായാലും. അപ്പൊ ഇതില് പിന്നെ റിയൽ ടൈം പ്രൊജക്ട് പറ്റുന്നത്ര ചെയ്യണം നിങ്ങളുടെ ഇന്റർവ്യൂവിന് മുന്നേ. നോളജ് ബേസിൽ പോയിട്ട് കാര്യമില്ല, കോൺസെപ്റ്റ്സും പ്രോജക്ട്സും ആണ് നമ്മുടെ കയ്യിൽ വരേണ്ടത്. മാക്സിമം ഇന്റേൺഷിപ്പും. ഈ 3 കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒന്നുകൂടി പറയാം, കോൺസെപ്റ്റ്സ്, ലൈവ് പ്രോജക്ട്സ് ആൻഡ് ഇന്റേൺഷിപ്സ്. ഇതിനുള്ള ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. ഇനി വരാൻ പോകുന്ന വെക്കേഷൻസിലൊക്കെ ഇതും ആലോചിച്ചായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ റിയൽ ടൈം പ്രൊജക്ട്സിനെ പറ്റി അതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ 8ാമത് ചോദിച്ചത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, CV പ്രിപ്പറേഷൻ, പിന്നെ ജോബ് ഹണ്ട് പ്ലാൻസ് ഒക്കെ നിങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. 70% യെസ് പറഞ്ഞിട്ട് സന്തോഷം. എന്തായാലും നമ്മൾ ഒന്നിച്ച് കാണണം. ബാക്കിയുള്ള 30% നമ്മൾ ഒന്നിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണം. അതിൽ നമ്മൾ AI ടൂൾസ് അടക്കമുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ ATS ആയിട്ട് കണക്ഷൻ, അപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്ങനെയാണ് നമ്മൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു അപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യുക എന്നുള്ളത്, ആ ടെക്നിക്സ് ഒക്കെ നമ്മൾ വായിക്കുകയും അറിയുകയും വേണം. കൂടെ മെന്ററിംഗ് ടീമിന്റെ കൂടെ ഇരിക്കണം. ഇതാണ് 8ാമത്തെ കാര്യം നിങ്ങൾ ചോദിച്ചത്. ആൻഡ് ലാസ്റ്റ് 9ാമത്തത്, യു ഹാവ് ഡെയിലി റൊട്ടീൻ ഫോർ എ ഡ്രീം കരിയർ എന്നുള്ളതാണ്. അവിടെ 20% ആളുകൾക്ക് ഡ്രീം കരിയറിനെ പറ്റിയുള്ള റൊട്ടീൻ ഉള്ളൂ. അത് ഭയങ്കര എന്താ പറയാ, ഷോക്കിംഗ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനെ എല്ലാ കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഡ്രീം കരിയറിന് വേണ്ടി റൊട്ടീൻ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നു മുതൽ ചെയ്യണം. ഇനി വേറെ ആയാലും വാക്കില്ല, ഇന്നു മുതൽ ചെയ്തിരിക്കണം. ഒരു രീതിയിലും അത് ഫ്ലിപ്പ് ആവരുത്. അപ്പൊ അതിന് നമുക്ക് ഒരു സ്മാർട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ, ക്ലാസ്സിലാണെങ്കിൽ അവിടെ, ഹോസ്റ്റലിലാണെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ നമ്മളുടെ ICC ടീം വേറെ ഉണ്ട്, മെന്ററിംഗ് ടീമിന്റെ കൂടെ വേറെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു സ്മാർട്ട് റൂട്ടീനിലേക്ക് പോകുക എന്നുള്ളത് ആലോചിക്കണം. പിന്നെ ഒരു ക്രിയേറ്റീവ് പാത്വേ ജോബ് ഹണ്ടിന് വേണ്ടി ഇപ്പോഴേ പ്ലാൻ ചെയ്യണം. ട്രഡീഷണലി പോകുന്ന വഴികളേ അല്ല ഇപ്പോൾ, എല്ലാം ക്രിയേറ്റീവ് ആണ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറിയും വേണം. പിന്നെ 10ാമത്തെ ഞാൻ ചോദിച്ചത് ക്രിയേറ്റീവ് റീഡിങ് ആൻഡ് ട്രാവലിംഗ് ആണ്. ഇതെന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ പുതിയ കാലത്ത് സ്ക്രീൻ അഡിക്ഷൻ, സ്ക്രീനാണ് നമ്മളെ, പിന്നെ ഡിജിറ്റൽ വെൽബീങ് പോയിട്ട് നമ്മൾ സ്ക്രീൻ ടൈം നോക്കിയാൽ ഏകദേശം 24 hours ഒരു 10, 12, 15 hours ഒക്കെ നമ്മൾ സ്ക്രീനിലായിരിക്കും. നമ്മൾ ഒരുപാട് ടയർഡ് ആവും മെന്റലി, ഫിസിക്കലി. അതിന് ഒരേ ഒരു റെമഡി ഉള്ളത്, അത് നമ്മളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നതും കൂടി ആവണം. ഒന്ന് ട്രാവലിംഗ് ആണ്, മറ്റൊന്ന് റീഡിംഗ് ആണ്. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ, റീഡിംഗ് ഈസ് ആക്ച്വലി ട്രാവലിംഗ് ആൻഡ് വൈസ് വേഴ്സ. ട്രാവലിംഗ് റീഡിംഗ് ആണ്. ഇത് ഒരു നോളജ് അക്വിസിഷൻ ആണ് സത്യത്തിൽ രണ്ടും. ഇത് ഒരുപാട് ദൂരത്തേക്കൊന്നും യാത്ര ചെയ്യണമെന്നില്ല. ഇപ്പൊ സ്റ്റേക്കേഷൻ അടക്കമുള്ള സംഗതികൾ നമ്മുടെ മുമ്പിലുണ്ട്. ചെറിയ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളുണ്ട്, KSRTC പ്ലാനുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നിട്ട് ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ലൈഫ് ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഫ്ലൈ ചെയ്ത് എൻജോയ് ചെയ്ത് ഹാപ്പി ആയി പീസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പറക്കണം. എന്നിട്ട് നമ്മൾ ഡ്രീം ജോബിലേക്ക് എത്തിപ്പെടണം. ഇതിനൊക്കെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 10 ആക്ഷൻ പ്ലാൻ വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കൊളാബറേറ്റീവ് ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണം. 2ാമത്തത്, നമ്മൾ വീക്ക്ലി മന്ത്ലി പ്ലാൻ ഉണ്ടാവണം. പേഴ്സണൽ ഡെയിലി പ്ലാൻ നമുക്കുണ്ടാവണം. ഒരു ഡയറി ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അത് ഒന്നൊരു സോഫ്റ്റ് ഡയറി അല്ലെ ഹാർഡ് ഡയറി, എന്തായാലും കുഴപ്പമില്ല. അത് ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓരോ ദിവസത്തെ ഗ്രോത്തും നമ്മളെ സ്കില്ലും ലിസ്റ്റ് ചെയ്യണം. ഏതൊക്കെ ദിവസം നമുക്ക് മിസ്സാവുന്നോ അത് പിറ്റേ ദിവസം മേക്കപ്പ് ചെയ്യാൻ വേണം. അതേപോലെ ടെക്നോളജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ മിസ്യൂസിങ് ആണ് മിക്കവാറും വരാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രീൻ എടുക്കുമ്പോൾ തന്നെ ആലോചിക്കണം, ഞാൻ ഇന്ന കാര്യത്തിനാണ് പോകുന്നത് എന്നുള്ളത്. സ്ക്രീൻ കണ്ടു കഴിയുമ്പോൾ ഡയറിയിൽ എഴുതി വെക്കുക, ഞാൻ ഇന്ന കാര്യമാണ് ചെയ്തു തീർത്തത്. ഇങ്ങനെയെങ്കിൽ നമ്മൾ സെൽഫ് കൺട്രോളിലേക്ക് വരണം. പിന്നെ എഡ്യൂക്കേഷൻ സ്കില്ലിലും ഫോക്കസ് ചെയ്യണം. എഡ്യൂക്കേഷൻ മാർക്ക് മാത്രമല്ല, സ്കില്ലിലും ഫോക്കസ് ചെയ്യണം. പിന്നെ മൈൻഡ് സെറ്റും സ്കിൽ സെറ്റും ആണ് മുന്നോട്ടുള്ള വഴി. അതുകൊണ്ട് മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആണ്, സ്കിൽ സെറ്റ് നല്ല എഫക്റ്റീവ് ആണ്. അതേപോലെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ അടക്കം
ഇൻഡിവിജ്വൽ സെഷൻസ് നമുക്ക് എന്തായാലും പ്ലാൻ ചെയ്യണം, നിങ്ങൾ കൂടെ നിൽക്കണം അതിന് വേണ്ടിയിട്ട്. പിന്നെ മാച്ചിങ് കോണ്ടന്റ് ഇല്ലാത്ത ഒരു സ്ക്രീൻ ടൈം നമ്മൾ ചെയ്യരുത്. വെറുതെ ആരെങ്കിലും കാണുന്ന സമയങ്ങളൊക്കെ അവർക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. ഇത് അറ്റൻഷൻ എക്കണോമിയുടെ കാലമാണ്. ഒരു തരത്തിൽ നമ്മൾ ഒരു സെക്കൻഡ് മറ്റുള്ളവർക്ക് വേണ്ടി വൃത്തികേടിന് വേണ്ടി കളയാൻ പാടില്ല. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ഒക്കെ ഒരു പ്ലാൻ, നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമ്മളെ കയ്യിലില്ലാത്ത കാര്യങ്ങൾ എപ്പോഴും നമ്മളുടെ ക്രിയേറ്റർക്ക് വിടുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ റോൾ ആവേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കോംപ്രിഹെൻസീവായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് കുതിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യണം. ഞങ്ങൾ കൂടെ ഉണ്ടാവും, നമ്മൾ ഒന്നിച്ച് പറക്കും. താങ്ക് യു സോ മച്ച്.